എബിൻ തന്നെയല്ലേ പിള്ളേരെ കൂട്ടിക്കൊണ്ടു വന്നേ, ഫലൂഡ കഴിച്ച് പല്ലിനൊക്കെ പൊളിപ്പാന്ന് പറഞ്ഞിട്ട്. പിന്നെ എബിൻ പറഞ്ഞ ടങ് ക്ലീനറിൻ്റെ കാര്യം. ടങ് ക്ലീനർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാം, അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമസ്കാരം. നമ്മൾ ഇന്ന് രുചികളുടെ വീഡിയോയിലേക്കല്ല വരുന്നത്. ഞാൻ ഇന്ന് പിള്ളേരെയും കൊണ്ട് എൻ്റെ ഒരു സുഹൃത്തും ഡെൻറ്റിസ്റ്റുമായ അഖിലിൻ്റെ ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. KR ഇപ്പുറത്തുണ്ട്, KA ഇപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ 2 ചെയറും കൂടി ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇവർക്ക് കുറേ ചെയർസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അഖിൽ എൻ്റെ ഫ്രണ്ടാണ്, അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ലിനിക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ്, കടവന്ത്ര തന്നെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ്. ഇവരുടെ ഒരു റൊട്ടീൻ ചെക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ, ഡെൻ്റൽ ചെക്കപ്പ്. ഇപ്പം KR ഇവിടെ പോകുന്നത് അവർക്ക് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ പല്ലിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതും അങ്ങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഡെൻറ്റിസ്റ്റുകളാണ്, ഭാര്യയും ഭർത്താവും ഉണ്ട്, അവർക്ക് വേറെ കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമുക്ക് ആദ്യം ഇവരുടെ വർക്കുകളൊക്കെ ഒന്ന് തീരട്ടെ. ഇത് മീനു, അഖിലിൻ്റെ വൈഫാണ്. മീനു, മുമ്പേ KRയോട് പറയുന്നത് കേട്ടു ടങ് ക്ലീനർ ഉപയോഗിക്കേണ്ട, അല്ലാതെ ടങ് ക്ലീൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? എബിൻ തന്നെയല്ലേ പിള്ളേരെ കൂട്ടിക്കൊണ്ടു വന്നേ, ഫലൂഡ കഴിച്ച് പല്ലിനൊക്കെ പൊളിപ്പാന്ന് പറഞ്ഞിട്ട്. വേറൊന്നുമില്ല, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല. 6 മാസം കൂടുമ്പോൾ കറക്റ്റ് രീതിയിൽ അവരുടെ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് നടത്തി പോവുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിൻ്റെ കേടിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. കേടിൻ്റെ മാത്രമല്ല, ഈ ഒരു പ്രായത്തിലായതുകൊണ്ട് എന്തെങ്കിലും അലൈൻമെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തുടക്കത്തിലേ കണ്ടു കഴിഞ്ഞാൽ ഈ 4 പല്ല് പറിച്ച് ചെയ്യാന്നുള്ളൊരു പരിപാടി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എബിൻ പറഞ്ഞ ടങ് ക്ലീനറിൻ്റെ കാര്യം. ടങ് ക്ലീനർ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാം, അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പല സ്റ്റഡീസ് കാണിക്കുന്നത് ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഡിസ്ട്രോയിഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ടങ് ക്ലീനറിന് പകരം നമ്മുടെ സ്വന്തം ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാം ടു ക്ലീൻ യുവർ ടങ്. അതായിരിക്കും ഒരു ബെറ്റർ മെത്തേഡ്. അതെ, ടേസ്റ്റ് ബഡ്സ് നശിപ്പിക്കാൻ പറ്റിയല്ല. കാരണം ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് പോയി ഫുഡ് കഴിക്കുന്നതാണ്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ അതുപടി ഇരിക്കണം. അപ്പോൾ ബ്രഷ് വെച്ച് തന്നെ ടങ് ക്ലീൻ ചെയ്താൽ മതിയെന്നാണ് ഡോക്ടർ പറയുന്നത്. അതേപോലെ തന്നെ പുള്ളിക്കാരത്തിയുടെ മറ്റൊരു ഭാഗം ഡോക്ടർ അപ്പുറത്തിരിപ്പുണ്ട്, പുള്ളിയോടും കൂടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. പുള്ളിക്കാരത്തി ബിസിയാണ്, അപ്പോൾ പേഷ്യൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവനെ 2 മിനിറ്റ് എന്നോട് ചോദിക്കാവളെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി എന്നെ പിടിച്ചിരുത്തിയത്. അപ്പം താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അഖിലേ, ഞാനിപ്പോൾ മീനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ പിള്ളേരുടെ റെഗുലർ ചെക്കപ്പിൻ്റെ കാര്യം, ഡെൻ്റൽ ചെക്കപ്പിൻ്റെ കാര്യം പറയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലീൻ എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ടെന്ന് കണ്ട് ആ പണികളങ്ങ് തീർത്തുക. അതുകൂടാതെ ഇപ്പം അഡൽസിനാണേലും അന്നൊരു ദിവസം നമ്മൾ കണ്ടപ്പോൾ തന്നെ അഖിൽ പറഞ്ഞിരുന്നു നമ്മളിവിടെ ഫുൾ എക്സ്റേ അതൊരു പുതിയ സിസ്റ്റം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിൻ്റെയും സാധാരണ ബാക്കിയുള്ള എക്സ്റേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊന്ന് പറയും. ഇത് നമുക്കൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് നൽകും. സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു 30% കാണാൻ പറ്റത്തുള്ളൂ. ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും നമ്മളിത് നോക്കുമ്പോൾ. പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ ചിലർ ട്രീറ്റ്മെൻറ്റിനായിട്ട് മിക്കവരും നാട്ടിലാണ് വരുന്നത്. അപ്പോൾ ഒരു പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും മിസ് ഔട്ട് ആവാണ്ട് അവർക്ക് ചെയ്തിട്ട് പോകേണ്ടതുണ്ട്. കാരണം അവിടെ പലയിടത്തും നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഈ എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ സിസ്റ്റുകളോ അല്ലെങ്കിൽ ഇമ്പാക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും പല്ലുകളുണ്ടോ, അതിൽ ഉടനെ റൂട്ട് കനാൽ വേണ്ട രീതിയിൽ കേടുകൾ എന്തെങ്കിലും മിസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്ത് അടയ്ക്കുകയാണെങ്കിൽ വലിയ ചിലവുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിലും ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മളൊരു ചെറിയ വ്യൂവിൽ നോക്കണ കംപ്ലീറ്റ് പിക്ചറായിരിക്കും. പിന്നെ പഴയതുപോലെ റേഡിയേഷനൊന്നുമില്ല, ഡിജിറ്റൽ എക്സ്റേ ആയിട്ടാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഈ ക്യാവിറ്റീസ് എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് കാണാത്ത ക്യാവിറ്റീസ് ഉണ്ടാകാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ എക്സ്റേ വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പുറത്ത് കാണാത്ത ക്യാവിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അകത്തുനിന്ന് കേട് തുടങ്ങിയിട്ടുണ്ടാവും, പുറത്തോട്ട് അത് ഓപ്പണിംഗ് ആവാത്ത ചില സിറ്റുവേഷൻസ് കാണുമായിരിക്കാം, എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്. അതും ഈ എക്സ്റേ വഴി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. കഴിഞ്ഞ ദിവസം കൂടി ഈ അലൈനറിന് വേണ്ടി വന്നൊരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഈ OPG എക്സ്റേ എടുത്തു. അന്നേരമാണ് നമ്മൾ പല കാര്യങ്ങളും അതിൽ കാണുന്നത്. ചിലർക്ക് ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പല്ലുകൾ കാണും, ഇമ്പാക്റ്റഡ് കനൈൻ മോളർ. ഇമ്പാക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് വരാണ്ട് ഉള്ളിൽ തന്നെ കുടുങ്ങി കിടക്കുന്നത്.
ഗ്രോ ചെയ്യാണ്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ളിൽ കിടക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് സോർട്ട് ഔട്ട് ചെയ്യണം. ചില കേസുകളിൽ നമുക്ക് അലൈനർ ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് മുന്നേ തന്നെ ഇതെല്ലാം എടുത്ത് നോക്കും. ചെറിയ കേടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിരിക്കുമ്പോൾ തന്നെ അടച്ചും ശരിയാക്കാൻ പറ്റും. ഇപ്പോൾ ഗം ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെളിനാട്ടിൽ പോയി കഴിഞ്ഞിട്ട് പ്രശ്നം വന്നേക്കാളും നല്ലതാണ് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വേണ്ട ചെറിയൊരു ക്ലീനിങ് ഒക്കെ ചിലപ്പോൾ മതിയാവും. അത്രയും സിമ്പിളായിട്ട് വരെ ചെയ്യാവുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ഈ അലൈനർ അതിനെ കുറിച്ച് ഒന്ന് പറയോ? ശരിക്കും എന്റെ പല്ലൊക്കെ ഇച്ചിരി അകന്നതാണ്, എനിക്ക് പേടിയാണ്, ഇത് ഇട്ടോണ്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അത് ശരിക്കും യൂസ്ഫുൾ ആണോ? അത് ശരിക്കും നമുക്ക് പുറത്തോട്ടൊക്കെ എപ്പോഴും പോകേണ്ടവർക്കും അല്ലെങ്കിൽ പല ഫംഗ്ഷനും കാര്യങ്ങളും ബിസി ലൈഫ് സ്റ്റൈലുള്ളവർക്ക് വളരെ ഈസിയാണ്. ഒന്നാമത് ഡോക്ടറിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട വരില്ല. പിന്നെ പ്രോപ്പറായിട്ടുള്ളൊരു കേസ് സെലക്ഷൻ വേണം. നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കേസുകൾ ഇപ്പോൾ ഗ്യാപ്പ് ഉള്ളതോ ഉന്തിയ പല്ലുകളോ അല്ലെങ്കിൽ ഇത്തിരി ടിൽറ്റഡ് ആയിട്ടുള്ള ക്രൂക്കഡ് ആയിട്ടുള്ള പല്ലുകളെല്ലാം നമുക്ക് ഇതുവഴി കറക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇന്ത്യൻ ബ്രാൻഡ്സും അത് കൂടാണ്ട് തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും നമുക്കിവിടെ ധാരാളം നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് 4 ചെയർസ് ആണുള്ളതെന്ന് പറഞ്ഞായിരുന്നു. ശരിക്കും നിങ്ങൾക്ക് എത്ര ചെയർസ് ഉണ്ട്? അത് ആ റൂം അല്ലാതെ വേറെ റൂംസും ഉണ്ടല്ലോ? വേറെ സെപ്പറേറ്റ് ക്യൂബിക്കിൾസും ഉണ്ട്, വേറെ എക്സ്ട്രാ 3 സെപ്പറേറ്റ് ക്യൂബിക്കിൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 7 ചെയേഴ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ഫാമിലി ഒരുമിച്ച് വന്നാൽ കൂടി ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇവർ എത്ര വർഷം കൊണ്ടാണ് ഇത് പഠിക്കുന്നത്? 4 വർഷമോ 5 8 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഒരു വീഡിയോയ്ക്കകത്ത് 5 മിനിറ്റ് 10 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിവിടെ വന്ന് പിള്ളേരുമായിട്ട് വന്നു. കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് അഖിലിനെ ഇടയ്ക്ക് വെച്ച് കണ്ടതാണ്. അഖിൽ റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അങ്ങനെ അഖിലിനോട് പറഞ്ഞു വൈ ഡോണ്ട് യു ബ്രിങ് യുവർ കിഡ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ട്രീറ്റ്മെൻറ്റ്, ഫാമിലി റൂം തന്നെ ഉണ്ട്, ഫാമിലി റൂം ഫോർ ട്രീറ്റ്മെൻറ്റ് അല്ലേ, അങ്ങനെ വേണം പറയാം. അപ്പോൾ അത് തന്നെയുണ്ട്, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിലും വന്നിരിക്കാം. കടവന്ത്ര ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ. അവർക്ക് പാർക്കിങ്ങും ഒക്കെ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. താങ്ക് യു സോ മച്ച് അഖിൽ. അപ്പം മീനിനോടും പറയുക, ഞങ്ങൾ ഈ വീഡിയോ നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇഷ്ടംപോലെ ഉണ്ട് കാര്യങ്ങൾ ഇവർ വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ, ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോസ് ഇവർ ചെയ്യുന്നുണ്ട്. കുറച്ച് വീഡിയോസ് ഇടയ്ക്ക് ഇവർക്ക് സമയം മടി ഒക്കെ പിടിച്ചാണ് ചെയ്യാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം പുള്ളിയെ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം, എന്നാലേ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, ഞങ്ങളും കാണട്ടെ. അദ്ദേഹത്തിൻ്റെ ചാനലും മറ്റ് ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. നിങ്ങൾ പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടാവണം. പുള്ളിയുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടു, കുഴപ്പമില്ല. ഫുഡ് അടിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ. ഡോക്ടർ ഒരു ബൈ പറയൂ.